ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. പാലപ്പവും അതുപോലെ ഗ്രീൻ പീസ് കറി. എങ്ങനെയുണ്ട്? എപ്പടി ഇരിക്ക? நல்லா இருக்கா? ഇപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ആൻസി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. കോളേജും ക്ലാസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് എഴുന്നേക്കാറുള്ളത്. വന്ന വഴി തന്നെ മോട്ടർ അടിച്ചിട്ട് ചുമ്മാ ഈ മുറ്റത്തോടെയൊക്കെ നടക്കുകയാണ്. വെള്ളം വീഴുമ്പോൾ നമുക്ക് പോയി മോട്ടർ ഓഫ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചേട്ടനാണെങ്കിൽ പുല്ല് വെട്ടാനായിട്ട് പോയേക്കുവാണ്. ആൻസൂട്ടൻ എഴുന്നേറ്റിട്ടില്ല, അമ്മച്ചി എഴുന്നേറ്റിട്ടില്ല. ഇതായിരിക്കുന്ന നമ്മുടെ ബാസ്കിമോനെ നിങ്ങൾ കാണുന്നില്ലേ? അവനിങ്ങനെ നോക്കിയിരിക്കുന്നത് പൂച്ച വരുന്നുണ്ടെങ്കിലൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പത്തിന് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല പുളിച്ചിങ്ങനെ പൊന്തി വന്ന് നിൽക്കുവാണ്. പീസ് കടല അതുപോലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതും കുതിർന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചെന്നിട്ട് നമുക്ക് അപ്പം ചുട്ട് പീസ് കടല കറിയും വെച്ചിട്ട് പിന്നെ എൻ്റെ ബാക്കിലിരിക്കുന്ന ആ ചക്ക കണ്ടോ, ആ ചക്ക ചേട്ടനെ കൊണ്ട് വെട്ടിച്ച് അരിഞ്ഞ് വറുക്കണം. ഇത്തവണ നമ്മൾ ചക്ക വറുത്തിട്ടില്ല, അപ്പോൾ ചക്ക വറുക്കണം. അതാണിപ്പോൾ എൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഓരോരോ പണിയിലേക്ക് നമുക്ക് പോകാം. വെള്ളമൊക്കെ അടിച്ചു, മോട്ടറൊക്കെ അടിച്ചു, ചായ ഇട്ടിട്ടുണ്ട്. ഇതാ അപ്പത്തിന് നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. പീസ് കടല ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ പീസ് കടല അങ്ങ് വേവിക്കാം. കടല വേവിച്ച് വെച്ചാൽ പിന്നെ അരപ്പും ചേർത്ത് എടുത്താൽ മതിയല്ലോ. വേറെ ഒന്നുമില്ല, പീസ് കടല നേരെ അങ്ങ് വേവിക്കുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് പോലും ചേർക്കുന്നില്ല. അതിന് ശേഷം എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങാരപ്പം എല്ലാം കൂടെ ചേർത്ത് തിളപ്പിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയുള്ളൂ. അത്രേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഗരം മസാലയും ചേർക്കും. ഉരുളക്കിഴങ്ങൊന്നുമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല, നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അപ്പം ഉണ്ടാക്കുന്നു. സ്റ്റൂ പോലെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വേണ്ട. പിന്നെ ക്യാരറ്റ് ഉണ്ട്, 2 ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൂടി ചേർക്കാം, നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് പീസ് കടല വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ പീസ് കടല കുക്കറിലേക്ക് മാറ്റി ക്യാരറ്റ് അപ്പം തൊലിയൊക്കെ നീക്കിയെടുക്കാം. ഞാനേ ഫോണൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുത്തിച്ചാരിയൊക്കെ വെച്ചിട്ടായി വീഡിയോ എടുക്കുന്നു കേട്ടോ. കാരണം മൊബൈൽ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് നടക്കാനുള്ള സമയം കിട്ടില്ല ഈ കിച്ചൺ ഡ്യൂട്ടിക്കിടെ. കാര്യം പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം പണിയാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് ആഹാരം അതെങ്കിലും കറക്റ്റ് സമയത്ത് കഴിക്കണ്ടേ. ഈ സാധനം വാങ്ങിയത് കൊണ്ട് ഈ തൊലിയെ കളയാൻ എളുപ്പം. അല്ലെങ്കിൽ കത്തി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ വരിയാനായിട്ട് നമുക്ക് കത്തി വേണം, അത് വേറെ കാര്യം. ആണെങ്കിലും വേനൽക്കാലമൊക്കെ പതുക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ മഴയെ ട്രോളാനായിട്ട് നിൽക്കേണ്ട വന്നു തോന്നും. മഴയ്ക്ക് പെയ്യാൻ നമ്മുടെ ട്രോൾ വന്നതോടുകൂടി മഴ പെയ്ത്ത് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം ഞാനിത് അരിഞ്ഞിട്ട് വരാം. പീസ് കടലയും ക്യാരറ്റും സവോളയും കൂടെ ചേർത്ത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ഞാൻ തേങ്ങയുടെ കൂടെയാണ് ചേർക്കുന്നത്. ചായ എന്താ ഇങ്ങനെ ഇലയാണ് കേട്ടോ ഇട്ടത്. അതെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ നീരാവി. ഇലയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഈ ചായ കേട്ടോ.
ചേട്ടന് കട്ടൻ ചായ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ചായ എടുത്ത് വയ്ക്കാം. ചേട്ടൻ എന്താ അവിടെ ഉണ്ട് കേട്ടോ. ചേട്ടൻ എന്താ ഫാമിലുണ്ട്, അവിടെ ഉണ്ട്. കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ആ സൈഡിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിയിൽ നടക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇത് ബൊമ്മാസാക്കാനും ഒക്കെ ആയിട്ട് ഒരു രസം. എല്ലാവരും ഫാമിലിയിട്ട് വളർത്തിരിക്കുന്ന അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ച് വളർത്തുന്നുണ്ടെന്ന് ഓർത്ത് വെളിയിൽ വിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവരെ ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ് എല്ലാവരും. അതെ കേട്ടോ, അകത്ത് നിൽക്കുന്നവരാണേലും അതെ, ഭയങ്കര സ്നേഹമുള്ള പിള്ളേർ. അപ്പോൾ എൻ്റെ ലൈഫൊക്കെ ഇതാ ഇതുപോലെയൊക്കെ എങ്ങനെ ചേഞ്ചായി ഏതൊക്കെയോ വഴിക്കൂടെയൊക്കെ പോകുന്നുണ്ട്. ആരെയൊക്കെയോ പുതുതായിട്ട് കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, മിണ്ടുന്നുണ്ട്. ആത്മാർത്ഥതയുണ്ടാവില്ലെന്നൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ അങ്ങോട്ട് ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ലൈഫൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒഴുകി പോകട്ടെ. നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്കൊക്കെ തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതം അല്ലേ. ഏത് വഴിക്ക് എപ്പോൾ തിരിയുമെന്നോ എങ്ങനെയൊക്കെ ആയിട്ട് വിധി മാറുമെന്നൊന്നും ഒരു നിശ്ചയവും ഇല്ലാത്ത ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. അപ്പം വരുന്നിടത്തൊക്കെ വെച്ച് കാണാം. ഇപ്പം എന്താണെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും സ്കൂളൊക്കെ തുറക്കാറായി, കോളേജൊക്കെ തുറക്കാറായി. ഇനി എന്നെ 10-15 ദിവസം കൂടിയേ ഉള്ളല്ലേ സത്യത്തിൽ. ഇപ്പം എന്താണേലും നല്ല രസമാണ്. മഴക്കാലമായി. ഇനി മഴക്കാലത്ത് കുടയൊക്കെ ചൂടി ഇങ്ങനെ പോകാം. ഇനിയിപ്പോൾ സൂര്യനെ കാണാൻ വേണ്ടി വീണ്ടും വിളിക്കേണ്ടി വരും. സൈക്കോ സൂര്യൻ ഇനി എപ്പോൾ വരുമാവും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കട്ടെ. ഇനിയും ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ അപ്പം എന്നെ പ്രാവി കൊല്ലും. അതുകൊണ്ട് നമുക്ക് അപ്പം ചുടുന്ന ജോലിയിലേക്ക് പോകാം. ചായ എടുക്കാം. അപ്പോൾ അതാ നമ്മൾ ചായ എടുത്തിട്ടുണ്ട്, അപ്പം ചുടാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണേലും പുളിച്ച് പൊന്തി തുളുമ്പിപ്പോയില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഒരു 3/4 പാത്രമായിട്ട് പുളിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് സന്തോഷം. ഒരല്പം തേങ്ങ വെള്ളം കിട്ടിയായിരുന്നുള്ളൂ. തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിനകത്താണെങ്കിൽ വെള്ളം ഉണ്ടായില്ല. പക്ഷേ 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു അല്പം കുഞ്ഞ് ആ ഈസ്റ്റിൻ്റെ കുപ്പിയടപ്പിലൊരു കുപ്പിയടപ്പ് ഇതും ചേർത്തിട്ടുണ്ടായിരുന്നു, ഈസ്റ്റ്. എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം നമുക്ക് അപ്പം ചൂടാം. ഞാൻ പണ്ട് പോലെ അപ്പം ചൂടണം ഇങ്ങനെയാണ് കേട്ടോ, പൂ പോലെ ഉണ്ടാക്കാറുള്ളൂ. നല്ല രസമാണ്. അപ്പം കാണുമ്പോൾ തന്നെ കഴിക്കാനും തോന്നും. എന്താണെങ്കിലും നല്ല അപ്പമാണ് കേട്ടോ. കോരി ഒഴിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇപ്പോൾ വെന്ത് ചേച്ചി എന്നും പറഞ്ഞ് ഏങ്ങ് വിളിക്കാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു കുക്കറിനെ നമുക്കിവിടെ കാണാൻ കഴിയും. അതങ്ങ് വെമ്പൽ കൊണ്ട് വെന്ത് ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുക്കർ ഓഫ് ആക്കരുത്. കാരണം ഒന്നുകൂടി ഇത് ഞാൻ വെന്തു എന്ന് പറഞ്ഞ് 2 വിസിലെങ്കിലും അടിക്കാതെ കുക്കർ ഓഫ് ചെയ്യേണ്ട. പീസ് കടല അല്ല അടുപ്പത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് പാചകമൊക്കെ ചെയ്യാം. വിസിലടിച്ചു. ഒപ്പം തന്നെ ഇനിയിപ്പോൾ അപ്പം വെന്തോന്ന് അടുത്തിരുന്ന കുക്കർ പറഞ്ഞതാണോ എന്ന് പറ്റി നമുക്കറിയില്ല കേട്ടോ. എന്താണല്ലോ അപ്പവും വെന്തിട്ടുണ്ട്, അവിടെ വിസിലും അടിച്ചിട്ടുണ്ട്. പീസ് കടല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് തേങ്ങാരപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്തു, പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ചേർത്തു, പിന്നെ നമ്മൾ ഗരം മസാല ചേർത്തു. അപ്പം ഇത്രയും നമ്മൾ ചേർത്തിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഈ പൊടികളും ഈ തേങ്ങ എല്ലാം കൂടി ഒന്ന് വേവുന്ന സമയം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഉള്ളി ചുവന്നമുളകെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പീസ് കടലക്കറി ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ ഞങ്ങൾ വിട്ടുപോയി.
ഇപ്പം പൊടികളൊക്കെ ചേർത്ത് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ പീസ് കടല കറി. പീസ് കടല ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് ചേർത്താലൊക്കെ ഒന്നോടൊരു കൊഴുപ്പൊക്കെ കിട്ടും. ഞാനേതായാലും ഇപ്പം അങ്ങനെ ചേർത്തിട്ടൊന്നുമില്ല, കാരണം അത്യാവശ്യം നല്ല കൊഴുത്തൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അതാ നമ്മുടെ അപ്പം ഞാൻ ചുട്ട് തീർന്നിട്ടില്ല കേട്ടോ. കറിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ അപ്പം ഇനി ഇത്ര കൂടിയുണ്ട്. ചേട്ടൻ വന്ന് കട്ടൻ ചായ കുടിച്ച് ചുമ്മാതെ 2-3 അപ്പം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി അപ്പം കൂടെ ചുട്ട് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഞാനേ ഈ അടപ്പും തറയൊന്ന് കഴുകി കേട്ടോ. ചുമ്മാ ഒന്ന് കഴുകി പെട്ടെന്ന് ഉണങ്ങിക്കോളും. അടപ്പിനകത്തേക്ക് ഇച്ചിരി വെള്ളം വേണം. അപ്പം ഞാനത് കത്തിച്ചൊന്ന് ഉണക്കിയിട്ടൊന്ന് അടുപ്പിൽ ചോറ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറേ നാളുകൂടി നമ്മൾ വിറകടുപ്പിൽ തീ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തീ പിടിപ്പിച്ചിരിക്കുകയാണ്. ഒരു സന്തോഷം വിറകടുപ്പ് കത്തുന്നത് കണ്ടപ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടോ? ആ പഴയ എന്നിലേക്കൊന്ന് തിരിച്ചു പോയതായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? കുറേ നാളായില്ലേ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ എന്നും ചേട്ടൻ പറയും നമുക്ക് വിറകടുപ്പിൽ ചോറ് വെച്ചാലോ എന്ന്. അപ്പം വിറകടുപ്പൊക്കെ അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി കുറേ നാൾ കൂടിയിട്ട് അപ്പം അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എന്നിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. ഞാനാണെങ്കിലേ അരി കഴുകുന്ന പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഒരു ബേസൺ അല്ലായിരുന്നു. ആ ബേസൻ്റെ അടിയിൽ ചെറിയൊരു ഓട്ടം വന്നു. അപ്പം ഞാൻ പാത്രം മാറ്റിക്കൊടുത്തു. അപ്പം നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. പാലപ്പവും അതുപോലെ ഗ്രീൻ പീസ് കറി. എങ്ങനെയുണ്ട്? എപ്പടി ഇരിക്കാ? நல்லா இருக்கா? ഇപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ആൻസ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. നമ്മളപ്പോൾ കരിമണ്ണൂർ വരെ വന്നതാണ് കേട്ടോ. ചേട്ടന് ഇവിടെ ഒരു കടയിൽ വരുകയും ചെയ്യണം, പിന്നെ നമുക്ക് കോഴിക്ക് മരുന്നും വാങ്ങണം. അപ്പോൾ ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരിമണ്ണൂർ വന്നതാണ്. ഞാൻ വണ്ടിയിലിരിക്കുവാണ്, ചേട്ടൻ അങ്ങ് പോയി. ഞാൻ ചുമ്മാ കയറി വന്നതാണ് കേട്ടോ. ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലോ. അപ്പോൾ വെറുതെ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ. അപ്പോൾ ആൻസിനെ വിളിച്ചിട്ട് അവൻ വന്നില്ല. അവന് ഉറക്കം കഴിഞ്ഞ് ഇതുവരെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അവനിനി ഉറക്കം കഴിഞ്ഞ് എപ്പോൾ എഴുന്നേക്കുമോ? ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റോടെ ഇരിപ്പുണ്ട്. വരുന്നുണ്ടോടാന്ന് ചോദിച്ചപ്പോൾ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അല്ല അകലേക്കൊക്കെ ആണെങ്കിൽ ഓക്കെ സെറ്റ്, ചാടിക്കയറി പോകുന്നതിന്. ചേട്ടൻ വരട്ടെ അല്ലേ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ ഇടവക പള്ളിയുടെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ മൃഗാശുപത്രിയാണ് കേട്ടോ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മഴ ഒക്കെ നനഞ്ഞ് പനി വരും. പനി വന്നാൽ പിന്നെ മരുന്ന് നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് വേണം. കുറച്ച് പേർക്ക് നമ്മുടെ കുഞ്ഞാപ്പൂനൊക്കെ ജലദോഷമുണ്ട്, അപ്പോൾ അവർക്കൊക്കെ മരുന്ന് കൊടുക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ മരുന്ന് വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ അത് ആ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ. കാരണം ചൂട് സഹിക്കാൻ പറ്റില്ല. മഴയാണെങ്കിലും ചൂടാണ്. ഞാൻ അവിടെ ഇരുന്ന് വണ്ടിക്കകത്തിരുന്ന് ആവി എടുത്ത് വേർത്ത് കുളിച്ചിരിക്കുമായിരുന്നു. ഇപ്പം നല്ല സുഖേസിട്ടിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതേ പള്ളിയിലെ ക്യാരക്ടർ ഞങ്ങളുടെ ഇടവക പള്ളിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ചക്കയൊക്കെ വെട്ടി ഇതുപോലെ അരിഞ്ഞു വെച്ചു. ഇത് വറുക്കാനാണ്. പിന്നെ പുഴുങ്ങാനുള്ള ചക്ക നമ്മൾ അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇനിയിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് പാത്രത്തിലൊക്കെ എടുത്തില്ലേ പയറ്. അപ്പം ഞങ്ങളിനി അടുത്തതായിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മൾ കണ്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ലഞ്ച് ആൻസാ പ്ലേറ്റില്ലാതെ ചോറ് കഴിക്കാതിരിക്കണേ. പ്ലേറ്റില്ലാതെ ചോറ് കഴിക്കാതിരിക്കണ 2 മണ്ടന്മാരെ കണ്ടോ? ഒന്ന് ഇതും പിന്നെ
കഞ്ഞിവെള്ളം കുടിക്കണേ. ചേട്ടന് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഷുഗറൊക്കെ കുറവാണ്. അപ്പം ഞാൻ മധുരമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിവാക്കിയേക്കുക. അപ്പം പിന്നെ ഇച്ചിരി ഷുഗറൊക്കെ കിട്ടാൻ കഞ്ഞിവെള്ളം നല്ലതാണ്. വിളവി തരാവോ? ചോറ് ഇച്ചിരി മതി. ആ ഇച്ചിരി മതി. ആ ഇനി വേണം ഞാൻ പിന്നെ എടുത്തോളാം. എനിക്ക് ചോറ് ഇച്ചിരി മതി. ഞാൻ കറിയും മീനൊക്കെ കൂടുതൽ കഴിച്ചോളാം. മീൻ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീമി വേണോ? ആ വറുത്ത മീമി എനിക്ക് വേണ്ട. വറുത്ത മീമി ഇതിൻ്റെ ചാറാണോ? ഈ മീമി മൊത്തം ഞാൻ തിന്നും. എനിക്ക് വറുത്ത മീമി വേണ്ട. ഇതാ വറുത്ത മീമി. കടല കേട്ടനാ? കടല. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ഞാൻ ബീഫൊക്കെയാണ് ഒഴിവാക്കിയേക്കോ ഇപ്പം. തൽക്കാലത്തേക്ക് ഇതെടുക്ക. തൽക്കാലത്തേക്ക് തന്നെ ഒഴിവാക്കിയേക്കുന്നത്. തിന്നാൻ തോന്നുമ്പോൾ ഞാൻ വാങ്ങിച്ച് തിന്നും. എന്നെ നോക്കണേ. ഞാൻ വെയിറ്റ് കുറച്ചിട്ടാ തോന്നുള്ളൂ. 7 മണിക്ക് ശേഷം ഞാനൊന്നും കഴിക്കൂല. ജ്യൂസ് കുടിക്കും, അല്ലാതെ ഒന്നും കഴിക്കൂല. അപ്പം ജ്യൂസിനുള്ള എനിക്ക് ഇട്ട് തന്നില്ല. ഒന്ന് ഇച്ചിരി തോണ്ടി ചാണിക്കാവോ? അത് മതി. അപ്പം നിറച്ച് കറിയും ഇച്ചിരി ചോറുമായിട്ട് ഞാനും കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പം അത് ഇന്നത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കി. ഇനി നമുക്ക് ചക്ക വറുക്കാനുണ്ട്. ചക്ക കൂടി വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികളെല്ലാം തീരും. ചേട്ടന് പണിയുണ്ട്. ചേട്ടന് ആടിന് തീറ്റ കൊടുക്കുക, കോഴിക്ക് തീറ്റ കൊടുക്കുക, കോഴിക്ക് വെള്ളം കൊടുക്കുക. പിന്നെ ചക്ക വറുക്കാൻ എൻ്റെ കൂടെ അറിവില്ലേ? ചക്ക വറുക്കാൻ നല്ല ആവശ്യം. ഏത് പാത്രത്തിൽ വറുക്കണം? ഇച്ചിരി അധികം എണ്ണ ഒഴിച്ചാൽ ഇച്ചിരി അധികം ചക്ക ഒന്നിച്ച് വറുത്ത് വരിക പെട്ടെന്ന് തീരൂലേ? ഇച്ചിരി ആണെങ്കിൽ തീരുന്നേ. വെളുപ്പിന് 4 മണി വരെ ഇരുന്നൊക്കെ ചക്ക വറുത്തിട്ടുണ്ട്. ഞാൻ ഇരുന്നാലും വറുത്തിട്ടുണ്ട്. കാരണം ഒത്തിരി ഇടാൻ പറ്റില്ല. ഇത് വേവണം. എണ്ണയിൽ ഇങ്ങനെ കിടക്കണം. ഓരോരായിട്ട് വാരിടാൻ പറ്റില്ല. എണ്ണ ഒഴിച്ചെന്നാ മതി. ഞങ്ങൾ നല്ല അടിപൊളി ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാരും കയറി കാണണം കേട്ടോ. ഫോൺ എവിടെ വെക്കണേ? അയ്യാത്തോണ്ടാ ഇരുന്ന് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ച കാണാൻ രസമില്ല. ഇങ്ങനെ തന്നെ വിളിക്കാം. ഞങ്ങളൊരു മുഖ്യമന്ത്രിനെ കിട്ടുമോ ചേട്ടാ? അവരെ ഷോർട്ട് വീഡിയോ കയറി കാണുക കേട്ടോ. ചേട്ടനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ തിരുവനന്തപുരത്തിനൊന്ന് കൊണ്ടുപോകാന്ന്. എന്തരോ മഹാനുഭാവലു ഒരു ആവേശത്തിന് കയറി പറഞ്ഞതാ. പുള്ളി പറഞ്ഞതൊക്കെ നമ്മള് പറഞ്ഞ അത് മാത്രമൊന്നുമില്ല. പിന്നെ ചിലര് പറയണ്ട ഞാൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഞാൻ പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, ഇത് പറഞ്ഞല്ല. 250-500 കിലോമീറ്റർ പോകും. അതൊന്നും എനിക്കൊരു ഇതല്ല. കിലോമീറ്റർ അതല്ല. ചേട്ടന്റെ കോഴികൾ, ചേട്ടന്റെ ആടുകൾ, ചേട്ടന്റെ താറാവുകൾ, എല്ലാത്തിനും വഴിയുണ്ടാവും. ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് വീടിനോട് കൂടുതൽ സ്നേഹം തോന്നും. എനിക്ക് മിറ്റം, ഗേറ്റ്, ഈ മതില്
അറ്റ്ലീസ്റ്റ് വേറെ വീട് വെക്കുവാണെങ്കിൽ ആ തൂണെങ്കിലും അതേപടി ഒന്നും ഉണ്ടാക്കി തരുമോ? പിന്നെ അതൊക്കെ നമുക്ക് ശരിയാക്കാം. വേറെ മോഡലൊന്നും പാടില്ല, സെയിം അത് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞ പുതിയ വീട് വെക്കുകയാണെങ്കിൽ ഈ വീട് തന്നെ എനിക്ക് ഉണ്ടാക്കി തരാമെന്ന്. അപ്പം ചേട്ടൻ പറയാം ഇതുപോലെ വളച്ച് പൊളച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചിലവ് കൂടുതലാന്നൊക്കെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. ഇന്നത്തെ രീതിയിൽ ഇങ്ങനെയുള്ള ഒത്തിരി ഡിസൈൻ ആയിട്ട് ഒരു ഒഴുക്കൻ മട്ട പണിയാം. അപ്പം ചിലവ് കുറയും, വില നല്ല ഭംഗിയായി. അല്ല ഇതെന്ത് രസമായി വീട് കാണാൻ. എനിക്ക് വീട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമില്ലേ? കുഴപ്പമില്ല, നല്ല ഭംഗിയല്ലേ? ശരിയാക്കാം. ചേട്ടനും ചേട്ടൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹം. അല്ല ചേട്ടാ, അങ്ങനെ ചെറിയ ആലോചനയുണ്ട്. ഈ വീടെന്ന് വെച്ചാൽ ചേട്ടൻ അത് അധ്വാനിച്ചുണ്ടാക്കിയതെന്നുള്ളൊരിതുണ്ട്. നീ സൗദിയിൽ പോയിട്ട് നീ എന്ത് നേടിയെന്നുള്ള ചേട്ടന് കാണിച്ചു കൊടുക്കാം. അതാ അങ്ങോട്ട് നോക്കടാ എന്ന് പറയാ, ഈ വീട്ടിലേക്ക് വിരല് ചൂണ്ടിക്കൊണ്ട്. എന്താ ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല. ചേട്ടൻ്റെ സ്ഥലം മുഴുവൻ അവിടെ കിടക്കുന്നത്. അതാണ് ചേട്ടന് ഒന്നാമത്. നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഫാമായിട്ട് നടത്താനൊക്കെ ചേട്ടന് അതാണ് പറ്റുന്നത്. ഇവിടെ നമുക്ക് ഇച്ചിരി സ്ഥലമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വീട് കൂടുതൽ ഇഷ്ടം. ആരും ചെയ്യാം എൻ്റെ പേരിലൊക്കെ എടുത്ത് തന്നിട്ട് ചേട്ടൻ നാട്ടിലേക്ക് പോകും. വീടുകളൊക്കെ വരുമ്പോഴല്ലോ നമ്മൾ ഇതായി വരുമ്പോൾ സ്മെല്ല് വലിച്ച സ്മെല്ല് വരും. അതെല്ലാവർക്കും ബുദ്ധിമുട്ട് വരും. നമ്മളെന്തിനാണ് നമ്മൾ കാരണം ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. എന്താ ചേട്ടാ ഒന്നും മിണ്ടാതെ വീഡിയോയില് നോക്കി ഇരിക്കണേ? ചേട്ടനെ ഇത്ര സൂമായിട്ട് ആളുകൾ കാണുക. അയ്യോ ദേ ചേട്ടനെ ക്യാമറയിൽ ഇത്ര സൂമായിട്ട് ഇതുപോലെ ഇപ്പൊ ആളുകൾ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുക. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. നമ്മളെ ചാച്ചന്റെ അടുത്ത് പോയപ്പോ ആൻസാണ് ആദ്യം ചാച്ചന്റെ അടുത്തേക്ക്. ചാച്ച കിടക്കും. അപ്പൊ ചാച്ചന്റെ അടുത്തേക്ക് നീങ്ങി എന്നപ്പോ ചാച്ച തലയിലെ കീഴ് വിളിച്ചു നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ ചാച്ച പറഞ്ഞു. അത് ഇപ്പൊ ചേട്ടനെ കണ്ടോണ്ട് ചാച്ചന്റെ ഇറക്കെ കൈ എത്തിയിട്ട് ഇങ്ങനെ പൊട്ടത്തല്ല ഇങ്ങനെ ഒന്ന് തലോടിയതാണോ സ്നേഹം കൊണ്ട്? ചാച്ചന് തീരെ വയ്യാതായി സുഹൃത്തുക്കളെ. അധികം നേരം എഴുന്നേറ്റ് ഇരിക്കാനൊന്നും പറ്റണില്ല. ഇപ്പം എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണില്ല. 3-4 മിനിറ്റ് ഇരുന്ന് അപ്പം തന്നെ ചാച്ചൻ കിടക്കുക ചെയ്യുന്നത്. ഫുഡ് കഴിക്കണില്ല, ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കുന്നത്. ദ്രവരൂപത്തിലാണ് ഇപ്പം കഴിക്കുന്നത്. കട്ടിയുള്ള ആഹാരങ്ങളൊന്നും ഇപ്പം കഴിക്കുന്നില്ല. 98 കഴിഞ്ഞ് 99ലേക്ക് ജൂൺ 5 ചാച്ചൻ്റെ ബർത്ത്ഡേ 99 അപ്പം അങ്ങനെ കടക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് ചാച്ചന് ഭയങ്കര ക്ഷീണമായി. ആ വെയിലാണ് ചതച്ചത്. ചൂട് കൂടിയപ്പോഴത്തേക്കും ചാച്ചന് മൊത്തത്തിൽ ക്ഷീണമായി. ഇപ്പം പിന്നെ തീർത്ത് അങ്ങോട്ട് വയ്യാണ്ടായി. അതുകൊണ്ട് ഒരു സങ്കടമാണ്. നല്ല ക്ഷീണമുണ്ട് പാവം. ഞാനൊക്കെ ആദ്യമായിട്ട് അവിടെ ചെന്ന് ആദ്യം ചാച്ചനെ കാണുമ്പോഴൊക്കെ ചാച്ചനെ എന്നെ ആക്റ്റീവ് വെച്ചിട്ട് ചെവിയാക്കാൻ മേലെന്നേ ഉള്ളൂ. ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ തന്നെ എഴുന്നേക്കാൻ പോലും പറ്റില്ല. കട്ടിലേന്ന് പിടിച്ച് എണീപ്പിക്കണം. ചാച്ച ആദ്യ എന്നെ കണ്ടപ്പോ ചോദിച്ച വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. എല്ലാവരുടെ കാര്യം ഇങ്ങനെ പ്രായം ചെല്ലുന്നോറും ഞാനൊന്നും അത്ര പ്രായം വരെ ഇരിക്കൂല. 99 വയസ്സ് വരെ ഒന്നും. നമ്മളൊക്കെ പ്രായമാവൂല ചേട്ടാ അല്ലേ? അപ്പൂപ്പനമ്മമാരൊക്കെ ആവുമോ ചേട്ടാ? എന്നിട്ട് അത്രയും പ്രായമായി കഴിയുമ്പോൾ അവസ്ഥ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കാൻ നല്ല രസമായിരിക്കും. ഞാനൊക്കെ പ്രായമായാലും എനിക്ക് ചാനലൊക്കെ ഉണ്ടായിരിക്കും. നമ്മള് പല്ലില്ലാതെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. കണ്ണിന്റെ കാഴ്ച പോകാതിരുന്നാൽ മതിയായിരുന്നു. എങ്കിലല്ലേ എഡിറ്റിംഗ് ഒക്കെ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ലൈവ് വരും. ബിന്ദു സ്ട്രീംസ് എന്താണേലും ഉണ്ടാകും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു മരിച്ച വീട്ടിൽ പോവാനുണ്ട്.
അത് മിക്കാറും രാത്രിയൊക്കെ ആവുമ്പോഴേ പോവുള്ളൂ. കേൾക്കാം. പോയിട്ട് ഇനിയിപ്പൊ ചക്ക വറുത്തതൊക്കെ ഉണ്ടാക്കണം. ചേട്ടാ ഓ പറഞ്ഞേ, പ്രായമാകുമ്പോ ഉള്ളത്. പ്രായാകുമ്പോൾ ഓ അത്രയൊന്നും പോകുന്നില്ല. ഞാനോ എനിക്കറിയാം. ആനോ ഞാനാണ് പറഞ്ഞത് ഇത്ര ഇത് പോകുള്ളൂ. മോളിങ്ങനെ പുള്ളിയല്ലേ തീരുമാനിക്കണം. മുകളിലിരിക്കണ പുള്ളി പലതും പറയും അങ്ങനെ. ആ അത് ശരി. പറഞ്ഞ പ്രാർത്ഥന കാര്യം അതൊക്കെ വിധിയാ ചേട്ടാ, ഇതൊക്കെ വിധിയാണ്. വിധി പോലെ വരൂ. അയ്യോ, അപ്പൊ ഞാൻ പോട്ടെ. അടുത്ത വീഡിയോയൊക്കെ ആയിട്ട് വരാം. ഇന്ന് ചുമ്മാ വീട്ടില് വെറുതെ കുക്കിംഗ് ഒക്കെ ആയിട്ട് അങ്ങ് കൂടി. എങ്ങും പോയില്ല. ജസ്റ്റ് കരുമണ്ണൂർ വരെ പോയി. കോഴിക്ക് തീറ്റയൊക്കെ വാങ്ങിച്ചോണ്ട്, കോഴിക്ക് മരുന്ന് വാങ്ങിച്ചോണ്ടൊക്കെ വന്നു. അത്രേ ഉണ്ടായുള്ളൂ. അപ്പം നമ്മൾ വീഡിയോ കണ്ടപ്പോൾ ചെയ്യട്ടെ. വീണ്ടും പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.